ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പൊടി പിടിച്ച ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല, അറിയാം. കുറച്ച് പണിത്തിരക്കിലായിപ്പോയെന്ന് വേണം പറയാൻ. ഇതെൻ്റെ സൈഡ് പരിപാടിയായിരുന്നു ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. പക്ഷേ അത് ഒടുക്കത്തെ സൈഡാക്കി വെക്കേണ്ട വന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓടേണ്ടതായിട്ട് വന്നു. അപ്പം എല്ലാം കൂടെ ഇങ്ങനെ മാറ്റി അങ്ങ് വെച്ചു. ഇപ്പം ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുമുണ്ടോ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും അവരെ എങ്ങനെയെങ്കിലും പൊക്കിക്കൊണ്ടുവരാൻ, അവരുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ച വരുത്താൻ പറ്റിയ കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്കൊരു ഒരു കണ്ടൻറ്റ് കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസ് റിവ്യൂ ആണ്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിറ്റുവേഷൻ ബിഗ് ബോസിൽ വരും. അതായത് പല ആൾക്കാരുള്ള ഒരു ഹൗസാണ് ബിഗ് ബോസ് ഹൗസ്. ഉയർച്ച താഴ്ചകളുള്ള, അതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പല മേഖലകളിൽ നിന്നുള്ള എല്ലാവരും ഉണ്ട് ആ ഹൗസിൽ. അപ്പോൾ ആ ഹൗസിൽ അവർക്ക് ഡിഫറെൻറ്റ് തോട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ചിന്താഗതികളുള്ളവരായിരിക്കും. അപ്പം അവർ ഡിസിഷൻ എടുക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ഏറ്റവും നല്ല ഡിസിഷൻ, അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അത് നമ്മുടെ ലൈഫിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ബിഗ് ബോസിന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബിഗ് ബോസ് റിവ്യൂ ആയിട്ട് വന്നത്. അപ്പം ഇന്ന് എല്ലാവരുടെയും ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയൊരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് പേരുടെ പോഡിയത്തിൽ കുറച്ച് അവരുടെ പേരുകൾ വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ട് അത് പോയി എടുത്തതിന് ശേഷം അവിടെ ഒരു ബിഗ് 7 എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്, അതിൻ്റെ അകത്ത് പോയി കൈവെക്കുക. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വന്നത് ആര്യൻ. പേരുകളൊക്കെ പഠിച്ചു വരുന്നുള്ളൂ, പേരുകൾക്ക് കുറച്ച് പുറകോട്ടും കൂടെയാണ്. ഓക്കെ, അപ്പം ആര്യനും ബിന്നിയും പിന്നെ ഷാനവാസ്. ഇവർ 3 പേരുമായിരുന്നു വിജയികൾ. ആദ്യത്തെ പണി കൊടുത്ത ടാസ്ക് അത്യാവശ്യം കൊള്ളാം. കാര്യം ഇന്ന് 3 ടാഗാണുള്ളത്. ഈ 3 പേർക്ക് അവർക്ക് ഡ്രസ്സുകൾ കൊടുക്കും, അവരുടെ ഫുൾ ഡ്രസ്സ് കൊടുക്കും. ബാക്കിയുള്ളവർക്ക് മൊത്തം ഡ്രസ്സ് കിട്ടില്ല. അപ്പം ഈ 3 പേർക്ക് ആരുടെയാണോ അവസാനം കയ്യിലുള്ള ഈ ടാഗ് അവർക്ക് ഉറങ്ങാൻ കുറച്ച് പാടായിരിക്കും. ഇന്ന് ഈ ലൈവ് കണ്ടതിൽ നിന്ന് ഏറ്റവും നന്നായി കളിച്ചു, ഇത്രയും നേരം കളിച്ചു എന്ന് പറയാൻ പറ്റുന്നത് അക്ബർ ഖാനാണ്. പുള്ളിക്കാരൻ നല്ല നാടൻ ഭാഷയിൽ സംസാരിച്ച് നല്ല കളിയും ചിരിയോടെ അത്യാവശ്യം നല്ല ഗെയിം സ്പിരിറ്റിൽ ചെയ്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യം എൻ്റെ ആര്യനോടുള്ളൊരു ഗ്രാഫ് ഇങ്ങനെ ഉയർന്നായിരുന്നു ഇരുന്നത്. പക്ഷേ പിന്നെ പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ടാഗ് പോവാതിരിക്കാൻ വേണ്ടി ബാത്റൂമിൽ ഒളിച്ചിരിക്കുക, പിന്നെ പുള്ളി പറഞ്ഞ കുറച്ച് കമൻസും അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ചെറുതായിട്ട് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ഒരു ചോക്ലേറ്റ് പയ്യൻ എന്നുള്ളൊരു ഇമേജിലേക്കാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പക്ഷേ അക്ബർ ഖാനെയാണ് എനിക്ക് കുറച്ചും കൂടെ ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് തോന്നിയത്. പിന്നെ എടുത്തു പറയേണ്ടത് അഭിലാഷ്. അത്യാവശ്യം പ്ലാൻ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അപ്പാണി ശരത്തും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അത്യാവശ്യം എല്ലാം മൈൻഡ് ഗെയിം കളിക്കാൻ പറ്റിയവർ കുറച്ച് പേരുണ്ട്. പിന്നെ ഫിസിക്കൽ ഗെയിം കളിക്കാൻ പറ്റിയവരും ഏകദേശം നല്ലൊരു ടീമായിട്ട് വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇനി മുന്നോട്ടുള്ള ഗെയിം അനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു നീക്കുപോക്ക് എങ്ങനെയാണെന്ന്. അപ്പം ഇന്നത്തെ ദിവസം ക്ലോസ് ആവാൻ പോകുന്നതെന്ന് തോന്നുന്നു. നോക്കട്ടെ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂയിലൂടെ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഈ ഒരു പുതിയ പരിപാടിക്ക് ഞാൻ ആദ്യമായിട്ടല്ല റിവ്യൂ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് നാളായി ഒരു ക്യാമറയെ ഫേസ് ചെയ്ത് സംസാരിച്ചിട്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ.